ദൈവത്തിൽ ആശ്രയിക്കുന്നവന് പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുവാനുള്ള വഴി ദൈവം കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതും നഷ്ടമല്ല. അതാണ് നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം കാണിച്ചു തരുവാനുള്ള വഴിയുടെ അടയാളങ്ങൾ. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി വന്ദനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നൽകിയ ആലോചന 20-ാമത്തെ സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന മനുഷ്യർ അവർ ഭയങ്കര സ്റ്റഡി ആയിട്ടിരിക്കുന്നവരും വലിയ അഭിമാനികളെ പോലെ ഉന്നതന്മാരായി ഇരിക്കുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ച് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കുനിഞ്ഞ് താഴെ വീണ് കിടന്ന് കരയുന്നവരാ പ്രാർത്ഥിക്കുന്നവർ. ആരോടും പറയാൻ പറ്റാതെ പല പ്രശ്നങ്ങളുമായി ദൈവമുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്നവരാ പ്രാർത്ഥിക്കുന്നവർ. എന്നാൽ രഥങ്ങളിലും കുതിരകളിലും നിവർന്നിരുന്ന് അതിനെ ആശ്രയിച്ചു പോകുന്നവർ കുനിഞ്ഞു വീണുപോയി. അവർ കുനിഞ്ഞു വീണുപോയി. പ്രശ്നം വന്നപ്പോൾ അവർ വീണുപോയി. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ, യഹോവയിൽ ആശ്രയിക്കുന്നവർ, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ഹല്ലേലൂയ. ഈ കാര്യം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ കൊല്ലുവാനായി ഫറവോനും സൈന്യവും വലിയ കുതിര രഥങ്ങളൊക്കെ ആയിട്ട് കടന്നു വരികയാണ്. അവിടെ ചെങ്കടലിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഫറവോ വിചാരിച്ചു ഇവർക്കിനി വഴിമുട്ടി നിൽക്കുക, ഈ പാതയിൽ ഇവരെ കൊല്ലാമെന്ന്. എന്നാൽ ദൈവം ചെങ്കടലിൽ വലിയ പാത ഒരുക്കി, വഴി ഒരുക്കി, അത്ഭുതകരമായി തന്റെ ജനത്തെ കടലിന്റെ നടുവിലൂടെ നടത്തി. പിന്നീടോ അതേ പാത സ്വീകരിച്ചു വന്ന് മിസ്രൈമ്യ സൈന്യം, ഫറവോനും സൈന്യവും ആ ചെങ്കടലിൽ കുതിരകളും രഥങ്ങളുമായി പെട്ടുപോകുവാനിടയായി. അവരോ പുറത്തു വന്നു, ഇസ്രായേൽ ജനം പുറത്തു വന്നു. അവർ അക്കരെ വന്ന് പാടി ദൈവത്തെ ആരാധിച്ചു. ഞങ്ങൾ ഇതാ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നു. ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സാധ്യതകളോ സാഹചര്യങ്ങളോ നമുക്ക് നമ്മുടെ കഴിവിലോ പ്രാപ്തിയിലോ ബലത്തിലോ ഒന്നും നമ്മൾ ആശ്രയിക്കണ്ട. ഇനി ആശ്രയിക്കാൻ നമുക്കൊന്നും ഇല്ലെങ്കിലും നിരാശപ്പെടണ്ട. ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ദൈവമാണ് വഴി തുറക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവമാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഞാൻ പല വാതിലുകൾ മുട്ടി, അവർക്കൊക്കെ എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ, അല്ലെ അവരെന്താ എന്റെ കാര്യത്തിലൊന്നും താല്പര്യം എടുക്കാത്തത്, അവരൊക്കെ എന്താ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ അല്ലല്ലോ അവർ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ് സംസാരിച്ചപ്പോഴും അവരുടെ സ്നേഹത്തിന്റെ ഭാവവും നാട്യമൊക്കെ മറ്റൊന്നായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഞങ്ങളെ മൈൻഡ് പോലും ചെയ്യാത്തത്. നമ്മളെ ദൈവം ചിലപ്പോൾ അവരെയൊക്കെ മാറ്റുന്ന കാര്യം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയാ. മനുഷ്യനിൽ ആശ്രയിക്കേണ്ട. 118-ാം സങ്കീർത്തനം 8-ാം വാക്യം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ശ്രേഷ്ഠമായതും മേത്തരമായതും കരുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ മാനുഷിക ആശ്രയം വെടിയുമ്പോഴാണ്. നിങ്ങൾ ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് വരുമ്പോൾ ദൈവികമായതും ദൈവത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള കരുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയാം, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ വാതിലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. എവിടെ തുറക്കുമെന്നോ ആരിടപെടുമെന്ന് ചിന്തിക്കേണ്ട, പക്ഷെ എന്റെ ദൈവം ഇടപെടും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ആ വഴി തുറക്കേണ്ടത്. കർത്താവിന്റെ കാഴ്ചവട്ടി ഇരിക്കുന്നവന്റെ വിഷയം ദൈവം നോക്കുന്നേ. നിങ്ങളുടെ കാര്യം ദൈവം കൈവിടത്തില്ലെന്നേ. ചിലപ്പോൾ നമ്മൾ പറയും, ഗവൺമെന്റ് അധികാരികളോട് എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ മന്ത്രിയോട് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ ഉന്നത അധികാരികളോട് പറഞ്ഞേക്കണം, എനിക്ക് ജോലിയുടെ കാര്യം, ഒരു വീടിന്റെ കാര്യം. പക്ഷെ ഇതൊന്നും നടന്നില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടണ്ട. ഉന്നതന് മീതെ ഉന്നതനും അതിൻ്റെ മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ അത്യുന്നതനോടാണ്. ഹല്ലേലൂയ. അവനാണ് സർവത്തെയും തിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇരിമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-8 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിന് അരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും.
ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വറ്റി വരണ്ട വരൾച്ചയുടെ ഒരു സാഹചര്യമാണ് നിങ്ങളുടെ സകല മേഖലയിൽ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരുന്നോ, ഈ പരിശോധനയുടെ കാലം കഴിയുമ്പോൾ ദൈവം നിങ്ങൾക്ക് അതിന്റെ സമൃദ്ധി തരും, അത്ഭുതങ്ങളെ ദൈവം നിങ്ങൾക്ക് ഇവിടെ തുറന്നു തരും. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എത്ര സാധ്യതയില്ലാത്തവരെ ദൈവത്തിൽ ആശ്രയിക്കുകയാണോ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ആമേൻ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 45-ാം വാക്യത്തിൽ ഗോലിയാത്തിനെതിരെ നിൽക്കുന്ന ദാവീദിനെ കാണുന്നുണ്ട്. അപ്പൊ അവന്റെ കഴിവിലോ അവന്റെ അഭ്യാസങ്ങളിലോ അവന് ശൗൽ കൊടുത്ത പടച്ചട്ടയിലോ കുന്തത്തിലോ വേറെ രഥങ്ങളിലോ വാളിലോ ഒന്നും ആശ്രയിക്കാനില്ല. അദ്ദേഹത്തിന് പറയാനുള്ള ഒറ്റ കാര്യം, ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. പറയുള്ളവരെ, നമുക്ക് ആശ്രയിക്കാൻ ദൈവത്തിന്റെ നാമമുണ്ട്. ബൈബിൾ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. സദൃശവാക്യം 18-ാം അധ്യായത്തിലുണ്ട്. യഹോവയുടെ നാമം അത് മതി, എനിക്ക് എന്റെ ദൈവത്തിന്റെ നാമം മതി. യേശുവിന്റെ നാമത്തിൽ വഴി തുറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചാൽ തരാം എന്നാ യേശു പഠിപ്പിച്ചേക്കുന്നത്. എന്റെ നാമത്തിൽ ചോദിക്കുന്നൊക്കെയും നിങ്ങൾക്ക് നൽകിത്തരാം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് കഴിവില്ലല്ലോ, പ്രാപ്തിയില്ലല്ലോ, എന്നെ ആരും അറിയുന്നില്ലല്ലോ, എന്റെ കാര്യം ഇടപെടുന്നില്ലല്ലോ, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞ വട്ട, ആർക്കും എന്നെ വേണ്ട. നിരാശപ്പെടരുത് സഹോദര, നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങൾ ദൈവത്തിന്റെ എന്താ പറയുന്നേ, നിങ്ങൾ പറയുന്നത് യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ, ക്യാമറയുടെ നിരീക്ഷണത്തിലാന്ന് പറയത്തില്ലേ, എന്നതുപോലെ നിങ്ങൾ ഇപ്പോൾ ദൈവത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന വ്യക്തിയാ. ഹല്ലേലൂയ, നിരീക്ഷണത്തിൽ ഇരിക്കുന്ന വ്യക്തിയാ. ദൈവം പറയാണ്, I see you, ഞാൻ നിന്നെ കാണുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം കാണുന്ന സമയമായത്, ഞാൻ നിന്നെ അറിയുന്നു. നിങ്ങളായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യം ദൈവം ചിലപ്പോൾ സൃഷ്ടിച്ചു വെച്ചായിരിക്കാം നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കാൻ. മനുഷ്യരുടെ ആശ്രയം വിട്ട് ദൈവത്തിൽ ആശ്രയിക്കാനായി ദൈവം ചിലപ്പോൾ പ്രത്യേകമായ ചില വഴിയൊരുക്കിയായിരിക്കും, ആർക്കറിയാം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, കാൽ ചുവട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ കർത്താവ് തള്ളിക്കളയത്തില്ല, ചവിട്ടിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. സമയമാകുമ്പോൾ അവനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. നിങ്ങൾ ഇന്ന് താണിരിക്കുക, ദൈവം നിങ്ങൾക്ക് കൂടെ അത്ഭുതം ചെയ്യും. അതെ, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. നിങ്ങൾ സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കൂ. നിങ്ങളുടെ പ്രശ്നത്തിന് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ ഇന്നിന്റെ കാര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ച് സ്തോത്രം പറയാതെ എനിക്ക് ദൈവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. ദൈവം വഴി തുറക്കും, ദൈവം ഇടപെടും. നിങ്ങളുടെ തടസ്സങ്ങളുടെ മേൽ ദൈവം ഇടപെടും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ അവർ കുനിഞ്ഞ് വീണുപോയി. എന്നാൽ ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഈ വചനം ഈ മക്കളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഇവർ കുനിഞ്ഞ് വീണു പോകാനല്ല കർത്താവ്, എന്നാൽ എഴുന്നേറ്റ് നിവർന്നു നിൽക്കട്ടെ. അവരെ കുനിച്ചു കളഞ്ഞ ഓരോ മേഖലയിലും എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ദൈവിക അധികാരവും വിടുതലുകളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നീ ആ വഴി ഒരിക്കലും വഴി തുറക്കില്ലെന്ന് പറഞ്ഞ മേഖല യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ആമേൻ. കർത്താവേ, നന്മകൾ ഭവനത്തിൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫോൺ കോളുകൾ വരട്ടെ, അനുകൂലമായ വിധികൾ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഹാവ് എ വണ്ടർഫുൾ ഡേ.